നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി നെയ്യപ്പമാണ്. നെയ്യപ്പത്തിൻ്റെ ഒരു ട്രഡീഷണൽ റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്. എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല, പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല. ഒരു നാടൻ നെയ്യപ്പം എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. വളരെ സോഫ്റ്റാണ്, അകമൊക്കെ വളരെ സോഫ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്, പച്ചരിയാണ്. അതിലേക്ക് 4 ശർക്കര ഞാൻ ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വളരെ കുറച്ച് വെള്ളത്തിൽ വേണം വെക്കാൻ. 1 കപ്പ് അരി ഞാൻ 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിരുന്നതാണ്. 6 മണിക്കൂർ തന്നെ വെക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ വെള്ളത്തിലിട്ട് എടുത്തു കഴിഞ്ഞാൽ നെയ്യപ്പം അത്ര പെർഫെക്റ്റ് ആവില്ല. അപ്പോൾ ഓവർനൈറ്റൊക്കെ ഇട്ട് വെച്ചാൽ മതി. 6 മണിക്കൂറെങ്കിലും മിനിമം വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം. എന്നിട്ട് ഞാൻ മിക്സിയിൽ അരക്കുകയാണ്. മിക്സിയിൽ അരയ്ക്കുന്നത് നമ്മൾ ശർക്കര ഉരുക്കിയ വെള്ളത്തിലാണ്. ശർക്കര ഉരുക്കിയ വെള്ളം ഒരുപാട് തിളച്ച വെള്ളമാവരുത്, ഒന്ന് ചൂടാറിയതിന് ശേഷം. എന്നാൽ നല്ല ചൂടുണ്ടാവണം. നമുക്ക് കൈയിട്ടാൽ പൊള്ളാത്ത രീതിയിലുള്ള ചൂടിൽ വേണം എടുക്കാൻ. എന്നിട്ട് അത് ഒഴിച്ചിട്ടാണ് നമ്മൾ അരി അരയ്ക്കുന്നത്. ഒരുപാട് ഓവറായി പോവാതെ നോക്കണം. മീൻസ് ശർക്കരപ്പാനി ഒരുപാട് കൂടിപ്പോവാതെ നോക്കണം. എന്നിട്ട് നമ്മൾ അരച്ചെടുക്കുകയാണ്. ഉണ്ണിയപ്പത്തിനേക്കാളും കുറച്ചുകൂടി തിക്കായിട്ടുള്ളൊരു മാവാണ് വേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിൽ നിന്ന് അരച്ച് കഴിഞ്ഞ് ഒഴിക്കുമ്പോൾ തോന്നും ഒരുപാട് ലൂസാണെന്ന്. പക്ഷേ അത് കുഴപ്പമില്ല. അത് കുറച്ച് ഇനിയൊരു 6 മണിക്കൂറും കൂടി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അത് ഓക്കെ ആയിക്കോളും. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ വരെ ആവാം. ഞാൻ 1.5 ടേബിൾ സ്പൂൺ ഇട്ടപ്പോൾ തന്നെ ഏകദേശം മാവൊന്ന് കറക്റ്റ് കൺസിസ്റ്റൻസി ആയി. അതുകൊണ്ട് ഞാൻ കൂടുതൽ ചേർത്തിട്ടില്ല. എങ്കിലും 2 ടേബിൾ സ്പൂൺ വരെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. ഈ മാവ് ഇങ്ങനെ തരിയായിട്ട് കിടക്കണം കേട്ടോ. അരയ്ക്കുമ്പോൾ അത് ഞാൻ അരച്ച സമയത്ത് പറയാൻ വിട്ടുപോയി. അരയ്ക്കുമ്പോൾ അത് തരിപ്പായിട്ട് ഇങ്ങനെ കിടക്കണം. നമ്മൾ പുട്ടിൻ്റെയൊക്കെ പൊടിയില്ലേ, അതുപോലെ കിടക്കണം. നല്ല നൈസായിട്ട് അങ്ങ് അരഞ്ഞു പോകരുത്. അങ്ങനെ ആകുമ്പോൾ അപ്പോൾ ഒരു അത്ര സോഫ്റ്റ്നെസ് കിട്ടൂല. ഇനി നമ്മളിതൊന്ന് എഗ് ബീറ്റർ വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും ട്രഡീഷണൽ റെസിപ്പി അല്ലേ, അപ്പോൾ എന്താ എഗ് ബീറ്റർ വെച്ച് അടിക്കണതെന്ന്. എഗ് ബീറ്റർ വേണമെന്നൊരു നിർബന്ധമില്ല. നല്ലൊരു സ്റ്റീലിൻ്റെ തവിയോ അല്ലെങ്കിൽ വലിയ സ്പൂണോ എടുത്തിട്ട് കുറച്ചധികം സമയം നന്നായിട്ടൊന്ന് ഇളക്കി പതപ്പിച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ എഗ് ബീറ്റർ ഉണ്ട്, അതുകൊണ്ട് കുറച്ചും കൂടി ഈസിയാണല്ലോ. അപ്പോൾ ഒരു 5-10 മിനിറ്റ് സമയം ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എഗ് ബീറ്റർ ആണെങ്കിൽ ഒരു 5 മിനിറ്റ് സമയം തന്നെ ധാരാളമാണ്. തവി കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഒക്കെയാണ് ചെയ്യണതെങ്കിൽ ഒരു 10 മിനിറ്റ് ചെയ്യുക. എന്നിട്ട് അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് നമ്മൾ 6 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 6 മണിക്കൂർ തന്നെ വേണം. അപ്പോഴേ അത് കറക്റ്റായിട്ട് ശരിയാവുള്ളൂ. കാരണം നമ്മൾ ബേക്കിംഗ് പൗഡറോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ 6 മണിക്കൂർ തന്നെ വെക്കണം. ഇപ്പം നമ്മളിങ്ങനെ നോക്കിയാൽ അറിയാം മാവ് കറക്റ്റാണ്. ചൂടാറി വരുമ്പോൾ മാവ് ഒന്ന് ടൈറ്റായിട്ട് വരും. ഇതിലേക്ക് 1 ടീസ്പൂൺ എള്ളിട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്. നിർബന്ധമൊന്നുമില്ല. ഇപ്പം ഞാനിങ്ങനെ ഇളക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ മിക്സിയുടെ ജാറിൽ നിന്ന് ഒഴിച്ചപ്പോൾ നല്ല ലൂസായിരുന്നു. പിന്നെ മൈദ ചേർത്തപ്പോഴും ലൂസ് തന്നെയായിരുന്നു. പക്ഷേ 6 മണിക്കൂർ റെസ്റ്റ് ചെയ്തപ്പോൾ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കി നല്ല ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. വെളിച്ചെണ്ണ തന്നെയാണ് ഏറ്റവും ബെറ്റർ. കാരണം നാടൻ ഐറ്റം ആകുമ്പോൾ വെളിച്ചെണ്ണയാണ് നല്ലത്. നല്ല ചൂടിൽ വേണം ആദ്യം ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ നമ്മളൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിടുക. ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ പൊങ്ങി വരും. മിക്കവാറും ഇപ്പോൾ നെയ്യപ്പായാലും ഉണ്ണിയപ്പായാലും ആദ്യത്തെ ഒരെണ്ണം അത്ര പെർഫെക്ഷൻ കിട്ടണം എന്നില്ല. ഇവിടെ ഇപ്പോൾ ആ പ്രോബ്ലം വന്നില്ല. പക്ഷേ മിക്കവാറും നമ്മൾ എണ്ണയുടെ ചൂടൊന്നും അത്ര കറക്റ്റ് അല്ല എങ്കിൽ, അതുപോലെ ചട്ടി ശരിക്കും ചൂടായിട്ടില്ല എങ്കിൽ ആദ്യത്തെ ഒരെണ്ണം അത്ര പെർഫെക്റ്റ് ആയിട്ട് വരില്ല. പക്ഷേ ഇവിടെ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓരോന്ന് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ നമ്മളിങ്ങനെ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരപ്പം കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയ കുട്ടികൾ അതിൽ കിടക്കുന്നുണ്ടാവും. മിക്സ്ചറിലൊക്കെ ഉള്ളത് പോലത്തെ ചെറിയ ബോൾസ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമ്മൾ കോരി കളയണം. ഇല്ലെങ്കിൽ നമ്മൾ ഓരോ മാവ് ഒഴിക്കുമ്പോഴും ആ ചെറിയ മണികളായിട്ട് കിടക്കും. അത് നെയ്യപ്പത്തിൽ തട്ടിയിട്ട് നെയ്യപ്പം പൊട്ടാൻ സാധ്യതയുണ്ട്. നെയ്യപ്പം ചുടുന്നത് എല്ലാവർക്കും അറിയായിരിക്കും. മാവിലുള്ള ചെറിയ മിസ്റ്റേക്കാണ് നമുക്ക് നെയ്യപ്പം അത്ര പെർഫെക്റ്റായി വരാതിരിക്കാനുള്ളൊരു കാരണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 6 മണിക്കൂർ തന്നെ വെള്ളത്തിലിട്ട് വെക്കുക. ഇളം ചൂടുള്ള ശർക്കര വെള്ളത്തിൽ, അതായത് കൈയിട്ടാൽ പൊള്ളാത്ത രീതിയിലുള്ള ശർക്കര വെള്ളത്തിൽ അരയ്ക്കുക. ദെൻ നമ്മൾ 6 മണിക്കൂർ വീണ്ടും മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ
ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള നെയ്യപ്പം കിട്ടും. എള്ള് ചേർക്കണം എന്നുള്ളതും ചെറിയ ജീരകം ചേർക്കണം എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്തത്. ചെറിയ ജീരകം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുപോലെ മാവ് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങ് പൊങ്ങി മേലേക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ചിടുക. എന്നിട്ട് ആ ഒരു സൗണ്ടൊക്കെ ഒന്ന് മാറുമ്പം നെയ്യപ്പം സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് അറിയാം. നിങ്ങൾ ഈ കാണുന്നത് പോലെ ചെയ്താൽ മതി. സ്ഥിരമായി ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ എന്തായാലും നല്ല പെർഫെക്റ്റ് നെയ്യപ്പം തന്നെ കിട്ടും. പിന്നെ ഈ ടൈപ്പ് ചട്ടി ആകുമ്പോഴൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നേ ഇടാൻ പറ്റുള്ളൂ. ഒരുപാട് എണ്ണം എന്തായാലും ഇപ്പോൾ ഉണ്ണിയപ്പം ഒന്നും ഉണ്ടാക്കണ പോലെ ഇടാൻ പറ്റില്ലല്ലോ. അരി 6 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിലും അരയൊക്കെ ചെയ്യും, നെയ്യപ്പം ഉണ്ടാക്കും ചെയ്യാം. പക്ഷേ ഇത്ര സോഫ്റ്റ്നെസ് കിട്ടുന്നതായിട്ട് കണ്ടിട്ടില്ല. നമുക്ക് 2 മണിക്കൂറൊക്കെ സോക്ക് ചെയ്താലും അരി അരയും, അരി നന്നായിട്ട് കുതിർന്ന് കിട്ടും ചെയ്യും. പക്ഷേ ഇത്ര പെർഫെക്ഷൻ വരില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത്. ഇപ്പം നമ്മൾ വൈകുന്നേരത്തെ ചായക്കുള്ള നെയ്യപ്പാണ് ഉണ്ടാക്കുന്നതെങ്കിൽ തലേ ദിവസം വൈകുന്നേരം തന്നെ അങ്ങ് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി അരി. എന്നിട്ട് രാവിലെ അരച്ച് വെച്ചാൽ ഉച്ചയ്ക്ക് ശേഷം 3 മണി 4 മണി സമയമാകുമ്പോഴേക്ക് മാവൊക്കെ റെഡിയായി വരും. ഒരു കാരണവശാലും മാവ് ഫ്രിഡ്ജിൽ വെക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലരൊക്കെ അങ്ങനെ ചെയ്യണം കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും മാവ് നമുക്ക് അപ്പം നന്നായിട്ട് കിട്ടൂല. അതുപോലെ ഒരുപാട് ലൂസായി കഴിഞ്ഞാലും പൊട്ടിപ്പോവാനുള്ള നല്ല സാധ്യതയുണ്ട്. അപ്പോൾ ആ മാവ് അരച്ച് നമ്മൾ മൈദയൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ലൂസായാലും പ്രശ്നമാക്കണ്ട. നമ്മൾ ചുടാൻ സമയത്തേക്ക് അത് 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യുമ്പോൾ മാവ് ഒന്നുകൂടി കുറുകി വരും. അപ്പോഴും കുറുകിയിട്ടില്ല എങ്കിൽ മാത്രം കുറച്ച് മൈദ ചേർക്കുക. അരയ്ക്കുമ്പോൾ പ്രത്യേകം വെള്ളം കൂടി പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഏകദേശം എനിക്കൊരു 1 കപ്പ് അരി കൊണ്ട് ഒരു 10 നെയ്യപ്പമാണ് കിട്ടിയത്. അപ്പോൾ ഒരു 2 3 4 പേരൊക്കെ ഉള്ള ഒരു ഫാമിലിയൊക്കെ ആണെങ്കിൽ 1 കപ്പ് കൊണ്ട് തന്നെ ചെയ്താൽ മതി. 4 ശർക്കര, നമ്മൾ സാധാ ശർക്കര വാങ്ങിക്കുമ്പോൾ ചെറിയ ശർക്കരയാണ് കേട്ടോ അത് 4 എണ്ണമാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അത്യാവശ്യം നല്ല മധുരം തന്നെ ഉണ്ട്. ഇപ്പോൾ നെയ്യപ്പം ഉണ്ണിയപ്പം എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം മധുരമുള്ളൊരു ഐറ്റം തന്നെയാണല്ലോ. അപ്പോൾ 4 എണ്ണം തന്നെ എടുക്കാം. കുറച്ച് മതി, തീരെ ചിലർക്ക് കുറഞ്ഞ മധുരം മതിയാവും. അങ്ങനെ ഉണ്ടെങ്കിൽ 3 എണ്ണത്തിൽ നിർത്താം. 4 എണ്ണം ഓവറൊന്നും അല്ല, കുഴപ്പമൊന്നുമില്ല 4 എണ്ണം ഇട്ടാലും. പിന്നെ ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അതൊക്കെ ഒരു ട്രഡീഷണൽ ഒരു പരിപാടിയാണല്ലോ. നെയ്യപ്പം അതുപോലെ ഉണ്ണിയപ്പം ഇതെല്ലാം പഴയ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഇരുമ്പിൻ്റെ ചട്ടി തന്നെയാണ് നല്ലത്. ഇതിങ്ങനെ നല്ലതായിട്ട് പൊങ്ങി വന്നിട്ട് അകത്തൊക്കെ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. മധുരം കൂടിയാലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡൊക്കെ അങ്ങനെ പൊടിയായിട്ട് പോവും, അകത്തേക്ക് എണ്ണ കയറും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഒരുപാട് മൈദ ആയിക്കഴിഞ്ഞാലും പ്രശ്നമാണ്. 1 കപ്പ് അരിയിലേക്ക് ഒരു കാരണവശാലും 2 ടേബിൾ സ്പൂണിലധികം മൈദ ചേർക്കരുത്. മൈദ ചേർത്തു എന്ന് അറിയാത്ത രീതിയിൽ വേണം മൈദ ചേർക്കാൻ. ഒരുപാട് മൈദ ആയിക്കഴിഞ്ഞാൽ നമ്മൾ മൈദ നന്നായിട്ടത് ആ ടേസ്റ്റ് പ്രത്യേകം അറിയും. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. എണ്ണ ചൂടാവാൻ വേണ്ടിയിട്ട് ഞാൻ ഹൈ ഫ്ലെയിമിലായിരുന്നു ആദ്യം ഇട്ടിരുന്നത്. പിന്നെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി. തീരെ ലോ ഫ്ലെയിം ആയി കഴിഞ്ഞാൽ അപ്പം പൊങ്ങി വരില്ല. അപ്പോൾ അത്തരം കുറച്ച് ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നെയ്യപ്പം ആർക്കും നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഭൂരിഭാഗം ആൾക്കാർക്കും ശരിയാവാത്തൊരു റെസിപ്പിയാണ് നെയ്യപ്പം. ഉണ്ണിയപ്പം മിക്കവാറും എല്ലാവരും അടിപൊളിയായിട്ട് ഉണ്ടാക്കും. പക്ഷേ നെയ്യപ്പം അങ്ങനെ ഒരു പഴയകാല റെസിപ്പിയും കൂടിയാണല്ലോ. ഇപ്പോൾ ഞാൻ നെയ്യപ്പം കട്ട് ചെയ്ത് കാണിക്കിയത് കണ്ടോ, അകത്തൊക്കെ നല്ല സോഫ്റ്റായി നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വെന്തിട്ടുണ്ട്. ഒരുപാട് സമയമൊന്നും ലോ ഫ്ലെയിമിൽ കിടക്കേണ്ട ഒരാവശ്യം വന്നില്ല. ഇപ്പോൾ ഞാൻ സെർവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെന്ന്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചെറിയ ജീരകം ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിവാക്കുകയൊക്കെ ചെയ്യാം. റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക്